ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ലഞ്ചിന്റെ വീഡിയോ ആയിട്ടോട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ലഞ്ചിന് പോത്ത് കറിയും നെയ്ച്ചോറും ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നെയ്ച്ചോറും പോത്ത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കട്ടോ. ഞാൻ ആദ്യം തന്നെ ഇതാ പോത്ത് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഈ അടുപ്പിലാണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, സാധാ അടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തീ കത്തിച്ചു കൊടുക്കുന്നത്. ഞാൻ ദോശക്കല്ലാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ നമ്മൾ സാധാ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കട്ടോ. അപ്പൊ ഞാനിതാ ബീഫൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള സാധനങ്ങള് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി, തക്കാളി ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ ഈ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കിട്ടോ. ഈ ഗ്യാസ് അടുപ്പിൽ വെക്കാതെ ഞാൻ സാധാ അടുപ്പിലാണ് കേട്ടോ നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ നിങ്ങള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ബീഫ് ഇതാ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ അടുപ്പിന്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ബീഫ് കിട്ടുക. അപ്പൊ ഈ ചട്ടി ഇതാ ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ മസാല കൂട്ടാണ്ടോ, ഇനി ബീഫൊക്കെ ഒന്ന് നന്നായിട്ട് മസാല കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിത് അരച്ചെടുത്ത് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ചതച്ച് എടുത്തതാണ് കേട്ടോ ഇത്. ഇതിൽ ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അപ്പൊ എനിക്കിത് കറിക്കാണ് കേട്ടോ. അപ്പൊ ഞാനിതിൽ നന്നായിട്ട് മസാല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അടുത്തത് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും, നമ്മളെ ബീഫ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ ഞാനിത് ഇനി മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കറിക്കാകൊണ്ടാണ് കേട്ടോ അത് കൂടുതൽ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണേ. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, പിന്നെ കുരുമുളക് പൊടി. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും ബീഫിൽ ഇട്ട് കൊടുക്കാറ്. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഉലുവ. നമ്മൾ പോത്തിറച്ചിയിലൊക്കെ നന്നായിട്ട് ഉലുവയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതാ വലിയ ഉള്ളിയാണ് കേട്ടോ ഇത്. പിന്നെ തക്കാളി കുറച്ച് വലുതാക്കിയിട്ടാട്ടോ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതാ നന്നായിട്ട് മസാല കൂട്ടാൻ കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് വെള്ളം വേണ്ട, എനിക്ക് കറിയൊക്കെ ആവശ്യതയുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ബീഫ് വേവിക്കുന്നത്. അങ്ങനെ ഞാൻ ബീഫ് ഇതാ നമ്മുടെ കുക്കറിൽ അടുപ്പത്താണ് വെക്കണത്. ഇതിൽ ഞാൻ നമ്മള് ചട്ടിയിൽ ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കല്. അപ്പൊ ഈ നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ എള്ളെണ്ണ അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ ചട്ടിക്ക് നന്നായിട്ട് ചൂടുണ്ട്. ഇനി ഇതാ കുക്കർ ഞാൻ ഈ ചട്ടിയിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. ഇനി നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമ്മള് ഗ്യാസിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ഈ കുക്കർ വിസിലടിക്കും കേട്ടോ. അപ്പൊ നിങ്ങളിങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഞാൻ ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബീഫ് ആകുമ്പോഴേക്ക് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കുറച്ച് വലിയ ഉള്ളിയൊക്കെ ഇതാ അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. വലിയ ഉള്ളിയൊക്കെ തൊലിച്ച ശേഷം അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഞാൻ അടുത്ത നെയ്ച്ചോറിന്റെ പരിപാടിയിലാണ് കേട്ടോ. നമ്മളെ കറി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കട്ടോ. പെട്ടെന്നുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ ഇത്. അപ്പൊ കുക്കറൊക്കെ നന്നായിട്ട് വിസിലടിച്ചിട്ടോ. നമ്മള് ബീഫിന് എത്രയാണോ വേവ് വേണ്ടേ അത്ര വിസിലടിക്കട്ടോ നമുക്ക്. അങ്ങനെ കുക്കർ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കറി റെഡിയാക്കേണ്ട പരിപാടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ചട്ടി ഞാൻ ഇറക്കി വെക്കാണ്ടോ, നല്ല ചൂടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടോ ചട്ടി. ഞാൻ അടുത്തത് ഞാൻ ഇരുമ്പ് ചട്ടിനെയാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത്. നമ്മുടെ കറി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വറവിട്ടെടുക്കാന്. അതിലിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. വേറൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ ഒന്ന്. നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കും കേട്ടോ. നമ്മള് ഗ്യാസിനേക്കാളും എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ പോത്തുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പുറത്തെ അടുപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ അടുത്തത് നെയ്ച്ചോറിന്റെ ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കണേ. കുറച്ച് ഡാൽഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡാൽഡി നെയ്യും കൂട്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കണത്. നമുക്ക് വെളിച്ചെണ്ണയിലും പിന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അതിലേക്കുള്ളതായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക
ഒക്കെയാണ് കേട്ടോ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ബേ ലീഫും കേട്ടോ, പിന്നെ വലിയ ഉള്ളിയാണ് കേട്ടോ ഇത്. ഇനി ഞാനിതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈ വലിയ ഉള്ളി വാടി കിട്ടും കേട്ടോ. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ നെയ്ച്ചോറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ നന്നായിട്ട് അരിയൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ജീരകശാല അരി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇനി നന്നായി മിക്സ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോണത് കേട്ടോ. ഇങ്ങനെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നും ഇട്ട് കൊടുക്കണ്ടോ, നമ്മള് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യണേ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചത് ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാണ്. ഇതിൽ ഞാനൊരു തക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇത് ഒരു മല്ലിയില പുതിനയില ഇത് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാട്ടോ ചെയ്യണേ. ഇനി നമ്മുടെ കുക്കർ ഇതാ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡി ആവും കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ട് വേഗം ഉണ്ടാക്കട്ടോ നെയ്ച്ചോറ്. ഞാനിവിടെ കറിയൊക്കെ റെഡി ആയി. പാത്രങ്ങളൊക്കെ ഇതാ പരന്നതുണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാനോ കേട്ടോ ഇനി ചോറാകുമ്പോഴേക്ക്. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടേ കാര്യം, പക്ഷെ നല്ലതാണ് കേട്ടോ, പെട്ടെന്നായി കിട്ടും. അപ്പൊ ചോറ് ഇതാ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നുള്ള നെയ്ച്ചോറും പോത്തുകറിയൊക്കെ ഉണ്ടോ ഒന്ന്. അങ്ങനെ നെയ്ച്ചോറൊക്കെ പാകത്തിന് നമുക്ക് വെള്ളമൊക്കെ കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് നെയ്ച്ചോറും ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ പോത്തുകറിയും നെയ്ച്ചോറൊക്കെ ഇതാ അവിടെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നെയ്ച്ചോറൊക്കെ ഇതാ വിളമ്പ് കണ്ടോ. ഞാൻ മോൾട്ടി മാത്രം കേട്ടോ. അപ്പൊ ഞാൻ ഈ മോൾട്ടിക്കില് ചോറ് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ വേഗം നമ്മുടെ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതിന് കറിയും ചോറും ഒക്കെ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ നെയ്ച്ചോറും പോത്ത് കറി കേട്ടോ. ഇനി ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. അപ്പൊ മോൾട്ടിയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. ഈ മോൾട്ടി പറയട്ടെ കേട്ടോ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു പോത്തുകറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.